കുറച്ച് അഗ്നോയിസം ഉണ്ടായിരുന്നോ? അഗ്നോയിസ്റ്റിക് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രീ ഡിഗ്രി കാലം മുതലുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് യുക്തിരേഖ, ഞാൻ കോഴിക്കോട് യുക്തിരേഖ ഇറങ്ങുന്ന ദിവസം ഞാൻ ഇവിടെ എത്തും, പുതിയ ബസ് സ്റ്റാൻഡിൽ ദേശാഭിമാനി ബുക്ക് സ്റ്റാളിൽ. അത് ഇറങ്ങുന്ന ദിവസം തന്നെ അത് വായിക്കുക എന്നുള്ളത്, വായിച്ചാൽ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. യുക്തിരേഖ യുക്തിവാദി സംഘത്തിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നെ എഴുതിയിട്ടുണ്ട്. യുക്തിവാദം എന്ന് പറഞ്ഞാൽ പ്രീ ഡിഗ്രിക്കാരൻ്റെ മതമാണെന്നുള്ള വല്ലാത്തൊരു പ്രയോഗാട്ടോ. പ്രീ ഡിഗ്രി കാലത്തിന് ശേഷവും ഒരാളത് കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് അഭിപ്രായം എനിക്കുണ്ട്. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നത് യുക്തിരേഖ. പിന്നെ അന്നത്തെ പ്രധാനപ്പെട്ട സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യുവജനവേദി വളരെ ആക്റ്റീവായിരുന്ന കാലമായിരുന്നു. CPIML റെഡ് ഫ്ലാഗിൻ്റെ യുവജനവേദി. KT കുഞ്ഞിക്കണ്ണനാണ് നേതാവ്. ഈ ലോകത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും കുഞ്ഞിക്കണ്ണൻ നമ്മുടെ കിഡ്സ് ആൻഡ് കോർണറിൽ വന്ന് പ്രസംഗിക്കും, ലൈബ്രറിനപ്പുറം. അത് എൻ്റെ ഒരു എന്താ പറയുക, വൈജ്ഞാനിക മണ്ഡലത്തെ വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒരാളായിട്ട് ഞാൻ നിശ്ചയമായിട്ടും പറയാം. കുഞ്ഞിക്കണ്ണൻ അറിയോ? അദ്ദേഹത്തോട് എന്നെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മൂപ്പരിൻ്റെ അടുത്ത സുഹൃത്താണ്. അല്ല, അവിടെ ആ ലൈബ്രറീൻ്റെ ആ മൂലക്ക് പോയി അവിടെ നിന്നിട്ട് ഈ നമ്മുടെ ഈ സ്പീച്ചിങ് എന്താ പറയുക ഇതുണ്ടല്ലോ, ആ സ്റ്റാൻഡൊന്നും ഇല്ലാതെ ഒരു നോട്ട് പോലും കയ്യില്ലാതെ ഈ മനുഷ്യനിങ്ങനെ മണിക്കൂറുകളൊന്നും പ്രസംഗിക്കും. അതെ, ഇപ്പോഴും എന്ത് വിഷയം ഉണ്ടായാലും ഒരു പുസ്തകം എഴുതും ഇപ്പോഴും. അതാണെങ്കിൽ നോട്ട്സ് ഉണ്ടാവില്ല, ഇതില്ല, സ്റ്റാൻഡില്ല, പിന്നെ കേൾക്കാൻ ആളും ഉണ്ടാവില്ല. അതൊന്നും മൂപ്പരെ പ്രശ്നമല്ല. ഞാൻ ആ ലൈബ്രറിയുടെ കോണിപ്പടിയിൽ ഇരുന്ന് ഇങ്ങനെ കേൾക്കും. പ്രസംഗം ഞാൻ പോയി ഷെയ്ക്കാൻ ചെയ്യും. അത് മൂപ്പർക്ക് അറിയാം നിങ്ങളാണ് ഞാൻ പുള്ളിയോട് പലതവണ പറഞ്ഞു. പിന്നെ എൻ്റെ നാട്ടിലും കുറേ റെഡ് ഫ്ലാഗിൻ്റെ ആളുകളുണ്ടായിരുന്നു. രവി കല്ലാച്ചി കേട്ടില്ലേ? രവി കല്ലാച്ചിയൊക്കെ യുക്തിരേഖയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചുകൂടി കാര്യങ്ങൾ. അതങ്ങനെ ഒരു പബ്ലിക് ആക്ടിവിസമായിട്ട് അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഇർഷാദിയ കോളേജ് എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് അന്തരീക്ഷത്തിലുള്ള സ്ഥാപനമാണ്. അവിടെ പക്ഷെ അങ്ങനെ ആയിരിക്കുന്നതിന് ഉള്ളിൽ ഈ സാധനം ഭയങ്കരമായിട്ട് ഞാനതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ പ്രബോധനത്തിൻ്റെ ഏതൊരു വാർഷിക പതിപ്പ് ഞാൻ എഴുതിയിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ നമ്മളിങ്ങനെ നിസ്കരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിലും ഉള്ളിൽ ഈ ഇതിങ്ങനെ ബോധ്യമില്ലാതെ പിന്നെ ബോധ്യപ്പെട്ടത് എപ്പോഴാണ് നമ്മളതിനെക്കുറിച്ച് ഇങ്ങനെ പഠിക്കാൻ തുടങ്ങി. പഠിക്കാന്ന് വെച്ചാൽ ധാരാളമായിട്ട് വായിക്കും ആളുകൾ. അന്ന് ഫോളോ ചെയ്തിരുന്ന വേറെ ഇതായിരുന്നു ഈ SUCI, ശിവദാസ് ഘോഷ്, സഖാവ് ശിവദാസ് ഘോഷ്. ഞാൻ ആളുമായിട്ട് കേട്ടില്ല. അപ്പം അദ്ദേഹത്തെക്കുറിച്ചുള്ള എഴുത്തുകൾ